ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണു. തിരൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താനൂർ പരിയാപുരം വില്ലേജിൽ വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ള കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ഒരുക്കാൻ സജ്ജമാണെന്ന് തഹസിൽദാർ ആഷിഖ് അറിയിച്ചു. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരൂർ താലൂക്കിലെ നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ പറ്റിയത്. നിറവതൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ ശങ്കരൻ, കാരാട് സ്വദേശി അബ്ദുറഹ്മാൻ, ആദവനാട് ചൂറ്റൂർ സ്വദേശി തെക്കത്ത് നീലി, വളവന്നൂരിലെ കദളിൽ വേലായുധൻ, മംഗലത്തെ കറുത്തേടത്ത് മഠത്തിൽ വാസുദേവൻ, താനാർ മൂലക്കിൽ പറയമ്പാട്ട് ദേവദാസ് സ്കൂളിന് സമീപം വടപ്പറമ്പിൽ മുഹമ്മദ് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. താനൂർ വില്ലേജിലെ കാരാട് ഭാഗത്തും തോട്ടിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറാനും സാധ്യതയുണ്ട്. സമാന രീതി പരിയാപുരം വില്ലേജിന്റെ കിഴക്കൻ മേഖലയിലുമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ള കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ഒരുക്കാൻ സജ്ജമാണെന്ന് തഹസിൽദാർ ആഷിഖ് പറഞ്ഞു. തിരൂർ താഴെപ്പാലം വടക്കിന്റെ അകത്ത് അബ്ദുൽ ഖാദറിന്റെ വീടിന്റെ മരങ്ങളും ശക്തമായ കാറ്റിൽ കടപുഴകി വീണു. വാഴയും നശിച്ചിട്ടുണ്ട്.